മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണം. നിലമ്പൂർ അകമ്പാടത്ത് വീടിന്റെ മതിലും ഗേറ്റും കാട്ടാനകൾ തകർത്തു. ഇല്ലിക്കൽ ആദിലിന്റെ വീടിന് നേരെയാണ് കാട്ടാനകളുടെ ആക്രമണം. വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം വീടിന്റെ മതിലും ഗേറ്റും ഒക്കെ തകർത്തുകൊണ്ടാണ് കാട്ടാനകൾ അകത്തേക്ക് കടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേർന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയുള്ള സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നാം കണ്ടത്. നിലമ്പൂർ അകമ്പാടത്തെ ഇല്ലിക്കൽ ആദിലിന്റെ വീട്ടിലാണ് സംഭവം. ആദിൽ വിദേശത്താണ്. ആദിലിന്റെ ഉമ്മ മാത്രമാണുള്ളത്. ഈ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആദിലിന്റെ മൊബൈൽ സ്റ്റോറേജിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് കാണുന്നത്. അതായത് ഈ കാട്ടാനകൾ കുറച്ച് ദിവസങ്ങളായി ഈ ഭാഗത്ത് തന്നെ വേരിച്ചു നടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് നിലമ്പൂർ എന്ന് പറയുന്ന നിലമ്പൂർ വനമേഖലയോട് ചേർന്ന ജനവാസ മേഖല തന്നെയാണ്. പൂർണ്ണമായും മെയിൻ റോഡിനോട് സമീപമുള്ള ഒരു ജനവാസ മേഖലയാണ്. അവിടെയാണ് ആനകൾ ഇത്തരത്തിൽ വന്ന് ഗേറ്റ് തകർക്കുന്നത്. അങ്ങനെ കുറച്ച് സമയമായി ഈ 2 ആനകൾ ഇങ്ങനെ വേരിച്ച് നടന്നു. അങ്ങനെ ബഹളം കേട്ട നാട്ടുകാരെത്തിയാണ് ആനകളെ കാട്ടിലേക്ക് തുരത്തിയത്. പിന്നീട് ആന സമീപത്തുള്ള വനമേഖലയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഏത് സമയവും ആന മടങ്ങി എത്താവുന്ന ഒരു സാഹചര്യമാണ്. 2 ആഴ്ച മുമ്പ് സമീപത്ത് ഇത്തരത്തിലൊരു ആക്രമണം ആന നടത്തിയതായും നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആനകളെ സ്ഥിരമായി ഇവിടെ കാണുന്നുണ്ട്. ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത്തരത്തിൽ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജയലക്ഷ്മി. ശരി അരുൺ, എന്തായാലും ആ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും കാട്ടാന കടന്നു വരാം എന്നുള്ളത് അവരെ എത്രമാത്രം ഭീതിയിലാഴ്ത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ആ മതിലും ഗേറ്റും ഒക്കെ ഇടിച്ചു തകർത്താണ് ആന വീട്ടുമുറ്റത്തേക്ക് വരുന്നത്. സൗര്യമായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും സാധിക്കുന്നില്ല ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്നുള്ളതാണ് വാസ്തവം. എപ്പോൾ വേണമെങ്കിലും ആന കയറി വരാം എന്നൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക, അതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. എങ്ങനെ അവർ സ്വൈര്യമായി കിടന്നുറങ്ങും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്.